ബോഡി അങ്ങ് ഒതുങ്ങുന്നില്ല. അതിന്റെ റീസൺസ് എന്താണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ റീസൺ എല്ലാവർക്കും അറിയാം, അമിതമായിട്ട് കഴിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ടിവിന്റെ ഒക്കെ മുന്നിലായിരിക്കും അല്ലെ ഭക്ഷണം കഴിക്കുക. അപ്പൊ നമ്മൾ എത്ര കഴിക്കുന്നുണ്ട് നമുക്ക് തന്നെ ഒരു കണക്കുണ്ടാവില്ല. കൂടുതലായി അരി ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അതിന്റെ കൂടെ തന്നെ പ്രോട്ടീൻസും ഫൈബേഴ്സും ഒന്നും കഴിക്കുന്നില്ല. ചില ഭക്ഷണ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്താ പറയാ, പിസ്സ, ബർഗർ, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ഐസ്ക്രീം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനുള്ള പൈസയും കയ്യിലുണ്ട്, അത് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് വാങ്ങി കഴിക്കും. എന്നിട്ട് നമ്മൾ ഈ ജങ്ക് ഫുഡും എല്ലാ സാധനവും നമ്മൾ വിഴുങ്ങിയിട്ട് അത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫാറ്റ് മതി ആക്ച്വലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാനും, നമ്മുടെ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനും, നമ്മുടെ ഹോർമോൺസ് ഒക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യാനും. പക്ഷെ നമ്മൾ ഈ അമിതമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഫാറ്റ് വല്ലാണ്ട് അങ്ങ് അടിഞ്ഞു കൂടും. നമ്മൾ നോർമൽ വെയിറ്റ് ആണോ, അണ്ടർ വെയിറ്റ് ആണോ, ഇനി ഓവർ വെയിറ്റ് ആണോ, അത് ഭയങ്കര ഒബീസിറ്റി ആണോ, നമുക്ക് എങ്ങനെ നോക്കാൻ നമുക്ക് പറയാം. BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോ എനിക്ക് 60 കിലോ ഉണ്ട്, 60 കിലോഗ്രാം. 60 കിലോഗ്രാം ഡിവൈഡഡ് ബൈ എന്റെ ഹൈറ്റ് 160 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 160 സെന്റിമീറ്റർ അത് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 1.6 വരും. അപ്പൊ ഈ 1.6 സ്ക്വയർ ആക്കുക, 2.56 വരും. അപ്പോ BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ കിലോഗ്രാം 60 ഡിവൈഡഡ് ബൈ 2.56, അപ്പൊ ഏകദേശം ഒരു 23.4 സംതിങ് വരും. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് പ്രകാരമാണെങ്കിൽ ഞാൻ നോർമലാണ്, വലിയ ഓവർ തടിയോ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റോ ഒബീസോ ഒന്നും അല്ല. എന്തൊക്കെ കാരണങ്ങളോ ഉണ്ട് നമുക്ക് അമിതമായിട്ട് തടി വെക്കാൻ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത് നന്നായിട്ട് മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ. പിന്നെ ചില ഫാമിലിയിൽ ജനറ്റിക്സ് ആയിട്ട് തന്നെ ഇങ്ങനെ തടി വെക്കുന്നത് കാണാറുണ്ട്. ഹോർമോൺ പ്രോബ്ലംസ്, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം പ്രത്യേകിച്ച്, അതുപോലെ തന്നെ PCODന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇവരൊന്നും അധികമായിട്ട് ഫുഡ് കഴിക്കണമെന്നില്ല. ഇങ്ങനെ ഹോർമോൺ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തടി വെക്കും. പിന്നെ ഉറക്കം കുറയുമ്പോൾ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ് അടിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ബോഡിയൊക്കെ ആകെ ഇതായി പോവും. ഫുഡൊക്കെ നമ്മൾ വലിച്ചു വാരി തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇരുന്നിട്ടുള്ള ജോലി, ഒട്ടുമിക്ക ഇപ്പൊ ജോലികളും ലാപ്ടോപ്പിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു 8 hours ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ക്ഷീണമെന്ന് പറഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങും. ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതൊരു മേജർ റീസൺ ആണ് പല പ്രശ്നങ്ങളും വരാൻ. നമ്മൾ അമിത തടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത്, തടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് തന്നെ ഒരു ബോഡി ഷേവിങ് ആയിട്ട് തോന്നും അല്ലെ. എനിക്ക് ഇത്രയും തടി വേണ്ടായിരുന്നു, ഇച്ചിരി ഒന്ന് മെലിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, കുറച്ചുകൂടി ഫിറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന്. അപ്പോൾ അത് ബോഡി ഷേമിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ. കാലിന് വേദന വരാൻ തുടങ്ങും, ബാക്ക് പെയിൻ വരാൻ തുടങ്ങും, അതുപോലെ തന്നെ ആർത്രൈറ്റിസ് വരാം, ഷുഗർ കൂടാം, ഹാർട്ട് ഡിസീസ് വരാം, നമുക്ക് ബ്രീത്തിങ് പ്രശ്നങ്ങൾ വരാം, ഈവൻ ക്യാൻസർ അടക്കം വരാം. ഈ തടി കൂടുന്തോറും നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് കൂടാൻ തുടങ്ങും, നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും, നമ്മൾ ബ്രീത്തിങ് പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ശരി.